പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യം മുമ്പെങ്ങുമില്ലാത്ത വിധം അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കമുണ്ടായാൽ അതിന് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും അങ്ങേയറ്റം വേദനാജനകവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കേവലം ഒരു ഭീഷണി എന്നതിലുപരി മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും താൽപര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള കൃത്യമായ യുദ്ധപ്രഖ്യാപനമായാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു പ്രകോപനം പോലും പശ്ചിമേഷ്യയിലുടനീളമുള്ള US താവളങ്ങൾക്കും സൈനിക വിന്യാസങ്ങൾക്കും നേരെ കനത്ത പ്രത്യാക്രമണം അഴിച്ചുവിടാൻ തങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ എയറോസ്പേസ് ഫോഴ്സ് കമാൻഡർ മജിദ് മുസാവിയുടെ വാക്കുകൾ ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. പ്രാദേശികമായി തകർക്കപ്പെട്ട സൈനിക താവളങ്ങളുടെ അതേ ഗതി തന്നെ മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും ഉണ്ടായേക്കാമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. കടലിലും കരയിലുമുള്ള US ശക്തി കേന്ദ്രങ്ങൾ തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇറാനെതിരെയുള്ള സൈനിക ഓപ്ഷനുകൾ ഗൗരവമായി പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടന്ന പ്രതികരണം. തന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും ജനറൽമാരുമായി ട്രംപ് ചർച്ചകൾ നടത്തുന്നത് ഇറാന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കൊണ്ട് ഇറാനെ തളർത്താമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ മിസൈൽ കരുത്തും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഏത് വെല്ലുവിളിയെയും നേരിടാൻ പ്രാപ്തമാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വേദനാജനകമായ പ്രത്യാഘാതങ്ങൾ എന്നത് അമേരിക്കൻ സൈനികരുടെ ജീവനും വിലപിടിപ്പുള്ള യുദ്ധോപകരണങ്ങൾക്കും വൻ നാശനഷ്ടങ്ങൾ വരുത്തുമെന്ന സൂചനയാണ് നൽകുന്നത്. യുദ്ധം ഒഴിവാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷത്തു നിന്നുമുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളുടെ പട്ടിക ഇറാന്റെ പക്കലുണ്ടെന്ന റിപ്പോർട്ടുകൾ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സംഘർഷത്തിന്റെ ഭാഗമാകുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും ബാധിക്കുന്ന വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഈ സാഹചര്യം പശ്ചിമേഷ്യയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇറാന്റെ മുന്നറിയിപ്പ് വെറുമൊരു വാക്കല്ലെന്നും അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ അവർ മടിക്കില്ലെന്നും മേഖലയിലെ സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൈനിക പ്രതിസന്ധിക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിനായുള്ള വാതിലുകൾ ഓരോന്നായി അടയുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ യുദ്ധഭീതി നിഴലിക്കുകയാണ്. ഇറാൻ നൽകുന്ന ഭീഷണി ലോകതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകക്രമത്തെ ബാധിക്കുന്നവയാണ്. യുദ്ധമുണ്ടായാൽ അത് ആഗോള ഇന്ധന വിതരണത്തെ തടസ്സപ്പെടുത്തുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. ഈ ഭീഷണികൾക്കിടയിലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് അമേരിക്കയുടെയും തീരുമാനം. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നത് തുടരുമ്പോൾ ലോകം സമാധാനത്തിനായി പ്രത്യാശിക്കുന്നു. ഇറാന്റെ സൈനിക തലപ്പത്തുള്ളവരുടെ വാക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവർ ഒരു നീണ്ട പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഏത് അങ്ങേയറ്റത്തെ നടപടിക്കും അവർ മടിക്കില്ല. അമേരിക്കയുടെ ഓരോ നീക്കത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഇറാൻ തങ്ങളുടെ പ്രതിരോധ വലയം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ലോകശക്തികൾ തമ്മിലുള്ള സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ്. മേഖലയിലെ സാധാരണ ജനങ്ങൾ യുദ്ധഭീതിയിൽ കഴിയുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ സൈനിക കരുത്ത് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഇറാന്റെ മുന്നറിയിപ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. യുദ്ധം ആർക്കും ഗുണകരമാകില്ലെന്നും അതെല്ലാവർക്കും വേദനാജനകമായ നഷ്ടങ്ങൾ മാത്രമേ നൽകുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ. ലോകം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തോക്കുകളുടെ ശബ്ദമല്ല, മറിച്ച് ചർച്ചകളുടെയും സമാധാനത്തിന്റെയും ഭാഷയാണ്.